2014 മുതൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ഡിപ്രഷനുള്ളതാണ് വ്യക്തിപരമായി. എൻ്റെ ലൈഫിൽ വളരെ മോശപ്പെട്ടൊരു കാലമെന്ന് ഞാൻ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ 12 വർഷമാണ്. എന്നിരിക്കെ തന്നെ എനിക്കിപ്പോൾ ഞാൻ സീരിയസ്ലി ആം ഇമോഷണൽ. എനിക്ക് വല്ലാത്തൊരു ഹോപ്പ് വരികയാണ് ഇത് കാണുമ്പോൾ. ഇത് ഏതെങ്കിലും തരത്തിൽ നാളെ ഈ രാജ്യത്തെ മാറ്റിമറിക്കും, രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റിമറിക്കും എന്നുള്ള പ്രതീക്ഷയല്ലാതെ. കാരണം ഇത് ചോദ്യം ചെയ്യാൻ നമ്മുടെ ജനറേഷനിൽപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം ഈ ഭരണകൂടത്തിൻ്റെ ഒരു തരത്തിലുള്ള നടപടികളെയും ചോദ്യം ചെയ്യാനോ തിരുത്തിക്കാനോ കഴിയാത്തൊരു ജനറേഷനാണ് നമ്മൾ. ആ ജനറേഷനെ ഞാൻ വിശേഷിപ്പിക്കുക വാട്സപ്പ് ജനറേഷൻ എന്നാണ്. കാരണം വാട്സപ്പിലും ഫേസ്ബുക്കിലും അഭിനമിക്കുന്ന ഒരു ജനറേഷന് അത് കഴിയാത്തപ്പോൾ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ അത് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മാറ്റം, മോദി വരുന്നതിന് 1 വർഷം മുമ്പാണ് വാട്സപ്പ് ഫേസ്ബുക്ക് അക്വയർ ചെയ്യുന്നത്. 1 വർഷം മുമ്പ്. അപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും കൂടി ചേർന്ന ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചെന്നുള്ളത് ഇനിയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഹെയ്റ്റ് സ്പീച്ചിന് ഇത്ര റീച്ച് ഉണ്ടായത്? ആ സമയത്ത് തന്നെയാണ് ജിയോയുടെ വരും. അത് 2016 അതെങ്ങനെയാണ് ആക്സലറേറ്റ് ചെയ്തത്? അപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഇന്ത്യയെ പുനഃസൃഷ്ടിച്ചത് എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2019 ടിക്ടോക്ക് നിരോധിക്കുന്നത്. ടിക്ടോക്ക് നിരോധിച്ച് 2020 ആകുമ്പോഴേക്കാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് പ്രചാരം നേടുന്നത്, പ്രത്യേകിച്ചും ജെൻസിക്കിടയിൽ അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്കിടയിൽ. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റീല് കണ്ട് സമയം കളയുന്നവർ എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ മില്ലേനിയൽസ് ധരിക്കുന്നത് അവർ റീല് കണ്ട് സമയം കളയുന്നവരാണ്. അവർ സീരിയസ് ആളുകളല്ല, അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവർക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ആളുകളല്ല പുതിയ ജനറേഷൻ എന്നുള്ളത് ഞാൻ മാറ്റിയത് എൻ്റെ മക്കളോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. അവർ രാഷ്ട്രീയം കൺസ്യൂം ചെയ്യുന്നത് ഇൻസ്റ്റയിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ ഇൻസ്റ്റയിൽ സജീവമാവുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ രാഷ്ട്രീയം കൺസ്യൂം ചെയ്യുന്നത് ഇൻസ്റ്റയിൽ നിന്നാണ് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇൻസ്റ്റ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട മാറ്റം, ഫേസ്ബുക്കും വാട്സപ്പും BJP IT സെല്ലിനെയും RSSൻ്റെ പ്രൊപ്പഗൻഡയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്കിദാസ് എന്ന പേരുള്ള ഫേസ്ബുക്കിൻ്റെ മേധാവി എങ്ങനെയാണ് BJPയുമായി കൊളൈഡ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ചതെന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഇൻസ്റ്റ വന്നു കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാനുള്ള നിരവധി നിയമങ്ങൾ, ഇപ്പോൾ ഈ 1 മാസം പോലും ഒരു പുതിയ റൂൾ പുറത്തു വന്നിരുന്നു. ഒരു കണ്ടൻറ്റ് സർക്കാർ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണം. 3 മണിക്കൂറാണ് ഒരു പ്ലാറ്റ്ഫോമിനെ അനുവദിക്കുക. അപ്പോൾ ഇത്രയും ഹാർഡ് ലൈൻ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻസ്റ്റ തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവൻ ഭരണകൂട വിരുദ്ധ വികാരം ഉണ്ടാകുന്ന കണ്ടൻറ്റുകളാണ്. എന്ന് മാത്രമല്ല BJP IT സെല്ലിനോ ഈ പറയുന്ന സംഘപരിവാർ എക്കോസിസ്റ്റത്തിനോ ആ ഭാഗത്തേക്ക് റീച്ച് ഉണ്ടാവുന്നില്ല. ഇൻസ്റ്റയിൽ ഇപ്പോൾ നമ്മുടെ അൽഗോരിതം തന്നെ നോക്കണ്ട, കണ്ടൻറ്റിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ തന്നെ ഭരണകൂട വിരുദ്ധ കണ്ടൻറ്റാണ് കൂടുതൽ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറേറ്റീവാണ് ഇൻസ്റ്റയിൽ കൂടുതൽ. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ജെൻസി പിള്ളേർ വാട്സപ്പും ഫേസ്ബുക്കും ഉപേക്ഷിച്ചിരിക്കുന്നു. അവരുടെ മെസ്സഞ്ചർ ആപ്പ് വാട്സപ്പല്ല, അവരുടെ മെസ്സഞ്ചർ ആപ്പ് സ്നാപ്ചാറ്റാണ്. അവർ പ്രധാനമായും സമയം ചെലവഴിക്കുന്നത് ഫേസ്ബുക്കിലല്ല, അവർ ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള കണ്ടൻറ്റ് ആണ് ഇൻസ്റ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റയെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം ഫേസ്ബുക്കല്ല, അവരുടെ പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്ന ബിസിനസ് ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവർ ആ കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ആൽഗോരിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം നേരിടുന്നത്. ഇത് യഥാർത്ഥത്തിൽ വാട്സപ്പ് ജനറേഷനും ഇൻസ്റ്റാ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം തെളിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. ഇത് തിരിച്ചറിയുന്നതിനും തടയുന്നതിനും മോദിക്ക് കഴിയാതെ പോയതാണ് ഇപ്പോൾ നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്നത്. മോദിയും സംഘപരിവാർ എക്കോസിസ്റ്റവും ഈ പറയുന്ന BJP IT സെല്ലുമൊക്കെ ഫേസ്ബുക്കിലും എക്സിലും അതുപോലെ വാട്സപ്പിലും ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഇഗ്നോർ ചെയ്തു. ഈ പുതിയ കുട്ടികൾ അവർ രാഷ്ട്രീയമല്ല കൺസ്യൂം ചെയ്യുന്നത്, അവർ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ തമാശ കാണാണ് റീലിൽ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന മില്ലനിയൽസിനേക്കാൾ ജെൻ എക്സിനേക്കാൾ ഒക്കെ രാഷ്ട്രീയമായ ഇൻഫർമേഷൻ അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് കൂടുതൽ ആക്സസ്, അവരാണ് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയാണ്. അവരൊരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ മാർക്സിസ്റ്റുകാരാണെന്നോ അല്ലെങ്കിൽ അംബേദ്കറേറ്റുകളാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ആളുകളാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, അതൊന്നും അല്ല അവിടെ നമ്മൾ കാണുന്നത്. അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരാണ്, അവർ ഭരണകൂടത്തിനെതിരാണ്, അവരവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തങ്ങൾക്ക് ഭാവിയില്ല എന്നവർ തിരിച്ചറിയുന്നു. ഈ ഭരണകൂടം തങ്ങളെ എന്തു ചെയ്യുന്നു? തെറിവാക്ക് അവർ ഉപയോഗിച്ച് പറയുന്നു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ തെറി പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. ആ തെറിയെ രാഷ്ട്രീയായുധമായി തന്നെ അവർ ഉപയോഗിക്കുകയാണ്. അത് പ്രധാനമന്ത്രി ആയാലും ആരായാലും അവർക്ക് അത് ഉപയോഗിക്കുന്നതിനൊരു മടിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഭയം എന്ന് പറയുന്നത് അവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. അവരുടെ പേരൻസിൻ്റെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഭയമില്ല. ഒരു തരത്തിലും അവർ ഭരണകൂടത്തെ ഭയക്കുന്നില്ല. പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലുമ്പോൾ ഞങ്ങളെ തല്ലിക്കൊള്ളൂ എന്നാണ് പറയുന്നത്, ഇനിയും തല്ലൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയമില്ലാത്തൊരു ജനതയായി അവർ മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന മറ്റേ നറേറ്റീവ്, സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട നറേറ്റീവ്, ഹിന്ദു മുസ്ലിം നറേറ്റീവ് അവരെ ബാധിക്കുന്നേയില്ല. അവരെ അത് ഒട്ടും ബാധിക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, ഈ ഇൻസ്റ്റാ റീൽസിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രെൻഡ് ചെയ്യുന്ന കാര്യം, ഞങ്ങൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ് എന്നൊരു പുതിയ ട്രെൻഡാണത്. ഞങ്ങൾ ഇനി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, കാരണം അവിടെ നടക്കുന്ന ഈ പണിയാണ്, ഏത് ഹിന്ദു മുസ്ലിം നറേറ്റീവ് സൃഷ്ടിക്കുകയും ആ പരിപാടി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു വലിയ ഹോപ്പാണ്, ചെറിയ ഹോപ്പല്ല, വലിയ ഹോപ്പാണ്. അതിൻ്റെ കാരണം, നമ്മൾ അരാഷ്ട്രീയവാദികളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, അവർ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, അവർ റീല് കാണുന്നവരാണ്, അവർ സമയം കളയുന്നവരാണ്, അവർക്ക് നാടിനെക്കുറിച്ച് ആധിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തലമുറ, അവർ ഈ നാടിനെ തിരിച്ചു പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അവരുടേതാണ് ഈ രാജ്യം. നമ്മളൊക്കെ നാളെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ആളുകൾ മരിച്ചു പോകും. അവരുടേതാണ് രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച്, അവർ ജീവിക്കാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇനിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സർക്കാർ എന്ത് ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷമസന്ധിയിൽ നിന്ന് സർക്കാർ എങ്ങനെ തടി വരും? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും റീഷഫ്ലിംഗ് നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമോ? ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമോ? അതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പതാകവാഹകരായ CJPയെ ഏതെങ്കിലും തരത്തിൽ കെണിയിലാക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ സോനം വാങ്ചുക്കും CJP തമ്മിൽ ചെറിയൊരു റിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. സോനം വാങ്ചുക്ക് എന്താണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒഴിവാക്കിക്കൊണ്ട് താൻ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് JP നഡ്ഡയോട് പറഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ. അപ്പോൾ അങ്ങനെ ഇവർക്കിടയിൽ റിഫ്റ്റ് ഉണ്ടായിക്കൊണ്ട് ഇത് പൊളിക്കാൻ നോക്കുമോ? ഇനി കോൺഗ്രസിൻ്റെ തലയിലേക്ക് സമരത്തിൻ്റെ പാപഭാരം ചുമത്തിക്കൊണ്ട് അതിനെ വേട്ടയാടുമോ? ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. എങ്ങനെ ഈ സമരത്തെ തകർക്കാമെന്നുള്ള കാര്യത്തിൽ അമിത്ഷായ്ക്കും മോദിക്കും ആരും ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം അങ്ങനെ ഒരു സമരം പൊളിക്കാമെന്നുള്ളത്. പക്ഷേ ആ സമരം പൊളിഞ്ഞാൽ പോലും, ഞാനീ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ സമരം വിജയിച്ചില്ല എന്നിരിക്കട്ടെ, പരാജയപ്പെട്ടാൽ പോലും ഇനി തുടർ സമരങ്ങളുടെ ഒരു തുടക്കമാണിത്. ആ സമരം ഈ പുതിയ തലമുറ തന്നെ നടത്തും. അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമരമായി മാറുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.